കുട്ടികൾക്കും സൂപ്പർ സാറാണ്. അങ്ങനെ നമ്മുടെ +2 പബ്ലിക് എക്സാം മാത്സ് തകർത്തു കുട്ടികൾ. തകർത്തു എന്ന് പറയാൻ നമ്മുടെ മോഡലിന് ഏറ്റ ബുദ്ധിമുട്ട് മീൻസ് പ്രശ്നം എല്ലാം മാറ്റിവെച്ച് അടിപൊളിയായിട്ടുള്ളൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു എക്സാമിന് വന്നത്. കുട്ടികൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ എഴുതാൻ പറ്റി. ഒരു കാര്യം പറയുന്നത് സമയം കിട്ടിയില്ല എന്ന് പറയുന്നത്. സമയം കിട്ടാൻ എന്തുകൊണ്ടാണ്? എല്ലാം അറിയാവുന്നത് കൊണ്ട് അതും എഴുതി ഇതും എഴുതിയപ്പോഴത്തേക്കും ടൈം തീരുകയാണ് കേട്ടോ. അല്ലാതെ അറിയാൻ വയ്യാതിരിക്കേണ്ട ഒരവസ്ഥ വന്നില്ല. നമ്മുടെ മോഡൽ എക്സാമിന് കുട്ടികളെല്ലാവരും ഉറങ്ങുകയായിരുന്നു, ഇഷ്ടം പോലെ സമയമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല സംഭവിച്ചത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അറിയാവുന്നതിനെ കണ്ടങ്ങ് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും അടിപൊളിയായിട്ടുള്ള എക്സാമാണ്. ഒരു പബ്ലിക് എക്സാമിന് നിങ്ങൾ ഭാഗ്യം ചെയ്ത കുട്ടികളെ മക്കളെ, കാരണം അതേപോലെ നല്ലൊരു എക്സാമാണ് കിട്ടിയത്. കാരണം മോഡൽ അത്രയ്ക്ക് ടഫായിരുന്നു. പല കുട്ടികളുടെയും മാർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ കൂടെയായിരുന്നു സ്കൂളിൽ നിന്ന് വന്നപ്പോൾ കുട്ടികളുടേത്. അപ്പോൾ അതെല്ലാം മാറി. അപ്പോൾ എന്തായാലും നമ്മൾ വിജയിച്ചു. ഇനി നമുക്ക് എളുപ്പം ഒന്ന് ക്വസ്റ്റിനെ കുറിച്ചൊന്ന് പറയാം, ചെറുതായിട്ട്, ഒത്തിരി സമയം കളയുന്നില്ല. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പിന്നെ വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് അതിനും സമയമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ റിലേഷൻസിലെയാണ്. അടിപൊളിയായിട്ട് എല്ലാവർക്കും എഴുതാൻ പറ്റി. y = 2x - 1. അവിടെ നിന്ന് അങ്ങോട്ട് ഓർഡേഡ് വേറിനെ ഫോം ചെയ്യുക. റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, അടിപൊളിയായിട്ട് അങ്ങോട്ട് തകർക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മെട്രിക്സിലെ എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് a² - 5a + 7a = 0 എന്ന് ഷോ ചെയ്യാൻ. നെക്സ്റ്റ് ചെക്ക് ദ കണ്ടിന്യൂറ്റി. കെ കണ്ടുപിടിക്കാൻ ആർക്കും അറിയാം. ഇത് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് ഇക്വേറ്റ് ചെയ്യുന്നു, കെ കിട്ടുന്നു, സന്തോഷം. ഓക്കെ, പിന്നെ ഇൻവേഴ്സ് ചതിച്ചതേ ഇല്ല, കറക്റ്റ് ക്വസ്റ്റ്യനാണ് വന്നത്. സൈൻ ഇൻവേഴ്സ് 1/2. പിന്നെ അടുത്ത ക്വസ്റ്റ്യനൊക്കെ അങ്ങ് ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ചുമ്മാ എന്തായിരുന്നു, ഇൻക്രീസിങ് ആയിരുന്നു. ഇൻക്രീസിങ് ഇൻ ഡൊമൈൻ. അത് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. എന്താ പറയുന്നത്, ഇങ്ങനെയൊക്കെ വേണം എക്സാമിന് വരാൻ. കാരണം സന്തോഷത്തോടെ ഇരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു കുട്ടികൾ മറ്റുള്ളവരുടെ നോക്കി എഴുതേണ്ട ഒരു അവസ്ഥയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവശ്യമോ ഒക്കെ കുറവായിരുന്നു കാണും അല്ലേ. അവരവർക്ക് തന്നെ മിക്ക ആൻസറുകളും അറിയാവുന്നതായിരുന്നു. നെക്സ്റ്റ് ആറാമത്തെ ആണെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ a.b = a×b മോഡുലസ് കേട്ടോ. അപ്പോൾ അതൊക്കെ തീറ്റ എന്ന് പറഞ്ഞാൽ π/4 ആണ്. അവിടെയൊക്കെ ചിലപ്പോൾ വരും. പിന്നെ പ്രൊജക്ഷൻ സന്തോഷിക്കാൻ ഉടൻ വന്നിട്ടുണ്ട്. പിന്നെ പ്രോബിലിറ്റി ചതിച്ചതേ ഇല്ല. പ്രോബിലിറ്റിയാണ് ഏറ്റവും അടിപൊളിയായിട്ട്. ഇൻഡിപെൻഡൻറ്റ് ഇവൻസും ബേസ് ഇയറും രണ്ടിടത്തായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും നമ്മളെപ്പോഴും പറയാവുന്ന ക്വസ്റ്റ്യൻ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇൻ്റഗ്രേഷൻ്റെ അടുത്ത ദിവസം -1 to 1 5 x⁴ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. x⁵ + 1 u കൊടുത്തോ എങ്കിൽ t കൊടുത്ത് ചെയ്യാം. നെക്സ്റ്റ് സെഷൻ വാട്ട് ഈസ് ദ മിനിമം ഓർഡേർഡ് പെയർ. അടുത്ത അതൊക്കെ പോട്ടെ, അത് പിന്നെ നിങ്ങൾക്ക് ചിലപ്പം സമയം കിട്ടി കാണത്തില്ലായിരിക്കും. x - 2 ഇച്ചിരി മിക്കവാറും അത് വിടാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. അത് വിട്ടാലും കുഴപ്പമൊന്നുമില്ല. മറ്റുള്ളതെല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതിന് ചേർന്ന് കിടക്കുന്ന 10ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആർക്കാ സന്തോഷമില്ലാത്തത്? സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. നെക്സ്റ്റ് 11ാമത്തേത് നിങ്ങളെ ഒന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. പഠിച്ചവർക്ക് മാത്രം, മീൻസ് അത് നല്ലവരെ നോക്കിയവർക്കേ പറ്റുള്ളൂ. വേഡ് പ്രോബ്ലം ആണ് കയറി വന്നത്. ഓക്കെ, പിന്നെ 12ാമത്തേത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നെ വന്നു. 13ാമത്തെ ഓക്കെ ആണ്. a + b and a - b. നെക്സ്റ്റ് യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ a + b and a - b. അതൊക്കെ ഡയറക്റ്റ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടു, എല്ലാവർക്കും സന്തോഷം. അതൊക്കെ അങ്ങനെയൊക്കെ വേണമല്ലോ പറയാൻ അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞത് 15ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ പ്രോബിലിറ്റിയിലെ ബേസ് തിയറം. നമ്മുടെ മെഷീൻസുകളുടെ ക്വസ്റ്റ്യനാണ്. 3 മെഷീൻസ് ഉണ്ട്. അപ്പോൾ E1, E2, E3 ഉണ്ട്. പിന്നെ എ എന്ന് പറഞ്ഞാൽ ഡിഫക്റ്റീവ് ഐറ്റം ആണ്. 3% ഉണ്ട്. അപ്പോൾ a = E1 ആയി, a = E2 ആയി, a = E3 ആയി. ചുമ്മാ എന്നിട്ട് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് മാനുഫാക്ചർഡ് ബൈ മെഷീൻ ബി P of E2 = a ആയിരുന്നു ഫോർമുല. ഓക്കെ, പിന്നെ 16ാമത്തേത് നമ്മുടെ മോഡലിൽ വന്ന അതേ ക്വസ്റ്റ്യൻ തന്നെ വന്നിട്ടുണ്ട്. എലിപ്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. പിന്നെ അങ്ങോട്ട് 17ാമത് തകർത്തില്ലയോ സോൾവ് ചെയ്യാൻ, സോൾവ് ബൈ മെട്രിക്സ് മെത്തേഡ്. പിന്നെ ഡിഫറൻസിയേഷൻ എല്ലാവർക്കും പറ്റി. sin x + cos y = xy നമ്മളെപ്പോഴും ചെയ്യാറുള്ള ക്വസ്റ്റ്യനാണ്. ഇംപ്ലിസിറ്റ് ആണ്. നെക്സ്റ്റ് പാരാമെട്രിക് ആണ്. നെക്സ്റ്റ് സെക്കൻഡ് ഓർഡർ മാത്രം ഇത്തിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ 19ാമത്തെ നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡാണ്. രണ്ടാമത്തേത് പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ പിന്നെ ലാസ്റ്റ് വൺ എല്ലാവർക്കും സന്തോഷിക്കാൻ വേണ്ടി നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മാക്സിമൈസ് ചെയ്യാൻ സാധാരണ ഒരു ക്വസ്റ്റ്യൻ, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷിക്കാം. ഇനിയുള്ള എക്സാമും ഉള്ളതിനെ അടിപൊളിയായിട്ട് തീർക്കണം, നല്ല സിമ്പിളാക്കണം എല്ലാവരും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഇനി അടുത്ത കോഴ്സിന് വേണ്ടിയൊക്കെയുള്ള ചിന്തകൾ തുടങ്ങാറായിട്ടുണ്ട്. എല്ലാവരും മുന്നോട്ട് തന്നെ പോട്ടെ. അടിപൊളിയായിട്ട് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് ബൈ.